എല്ലാവർക്കും നമസ്കാരം. ധ്വനികലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഒരാളടുത്ത് ഇടയ്ക്ക അല്ലെങ്കിൽ സോപാന സംഗീതം കൊട്ടിപ്പാടുന്നത് പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം തന്നെ ഇടയ്ക്കയിൽ നമ്മൾ കൊട്ടാൻ തുടങ്ങില്ല. അതിനു മുന്നേ കയ്യത്തേൽ കൊട്ടിയിട്ടാണ് ഇടയ്ക്കയിലേക്ക് നമ്മൾ മെല്ലെ കയറുന്നത്. അപ്പോൾ കയ്യത്തേൽ നമുക്ക് കൊട്ടാനുള്ളത് ഗണപതിക്കൈ, പാഠകൈകൾ, തക്കിട്ട, തരികിട കൊട്ടാണ്ട്. ഗണപതി കൈ എങ്ങനെയാണ് കൊട്ടുക, തക്കിട്ട എങ്ങനെയാണ് കൊട്ടുക, തരികിട എങ്ങനെയാണ് കൊട്ടുക, കയ്യത്ത നമ്മൾ കൊട്ടുന്ന സമയത്ത് കൈയിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ശരിയാക്കുക. നമ്മൾ ഒരാളുടെ മുന്നിൽ പോയിരുന്ന് പഠിക്കുന്ന സമയത്ത് അയാൾ ആ ഒരു ഗുരുനാഥൻ അത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നമുക്കത് സ്വയം കറക്റ്റ് ചെയ്യാനാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റുമോ, ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഒരു സംശയവും വേണ്ട, സ്ത്രീകൾക്ക് പഠിക്കാം, പഠിച്ച് പാടാം, പ്രോഗ്രാം ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സഹധർമ്മിണി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് തക്കിട്ട സാധനം ചെയ്യുക, രണ്ടുപേര് കൂടി എങ്ങനെയാണ് തക്കിട്ട സാധനം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. കൈയിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, കൈ മറയ്ക്കുന്ന രീതി എങ്ങനെയാണ്, കൈ എങ്ങനെയൊക്കെ മറയ്ക്കണം, എല്ലാം നമുക്ക് പഠിക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വരിക, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് തക്കിട്ട സാധനം ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഗണപതി കൈ എങ്ങനെയാണ് കൊട്ടുക. അപ്പോൾ എൻ്റെ ഭാര്യ കൊട്ടും. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാം, എങ്ങനെയാണ് കൊട്ടേണ്ടത്, എങ്ങനെയാണ് കൈ മറക്കേണ്ടത്, നിങ്ങൾ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊന്നും എല്ലാ വീഡിയോയിലും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തക്കിട്ട എങ്ങനെയാണ് സാധനം ചെയ്യുക നോക്കാം. ആദ്യമായിട്ട് കയ്യത്തെ പിടിക്കേണ്ട പൊസിഷൻ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അത് മുതൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പിടിക്കുക, ഇവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ വരേണ്ടത്. കൊട്ടുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെയാണ് പോകേണ്ടത്. ഒരിക്കലും ഇങ്ങടോ അല്ലെങ്കിൽ താഴേക്കോ വരരുത്. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരണം. മറിക്കുന്നതാണെങ്കിലും കൈ അടിച്ച് മറിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് മറയേണ്ടത്. ഇങ്ങനെയാണ് മറയേണ്ടത്. ഇവിടെ യു എന്നുള്ള ഷേപ്പ് ഉണ്ടാവണം കൊട്ടുമ്പോൾ. യു എന്നുള്ള ഷേപ്പ്, ഇതാണ് ഇതിൻ്റെ ഫ്രെയിം. ഈ ഫ്രെയിമിൽ നിന്ന് മേലേക്കോ താഴേക്കോ പോകരുത്. കയ്യത്തേൽ കൊട്ടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പരമാവധി നമ്മുടെ കയ്യത്ത എവിടെയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണ് കയ്യത്ത ഇരിക്കുന്നത് എന്ന് നോക്കി ശ്രദ്ധിച്ച് വേണം കൊട്ടാൻ. എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ 4 വിരൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് പരിക്കൊന്നും ഏൽക്കരുത്. കൊട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, എവിടുന്നാണ് വരേണ്ടത്, എവിടെയാണ് പോയി തട്ടേണ്ടത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കൊട്ടാൻ. കൈയിൻ്റെ ഈ ഭാഗത്ത് അടി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നഖമൊക്കെ പൊളിഞ്ഞ് ചോര വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഗണപതി കൈ. ത ടി കി ട തേ കു തേ. തേം എന്നുള്ളതിന് തുറന്നിട്ടാണ്. ത ടി കി ട തേം കു തേ. ത ടി കി ട തേം കു തേ. ത ടി കി ട തേം കു തേം കു തേ. ത ടി കി ട തേം കു തേം കു തേ. കു എന്നുള്ള അക്ഷരം അമർത്തിയിട്ടാണ് ചെയ്യുക. പരമാവധി കൈ കൊട്ടുന്ന സമയത്തൊക്കെ കൈ ഇങ്ങോട്ട് വരണം. അടച്ചു പിടിക്കുന്നത് മാത്രം അടച്ചു പിടിക്കുക, ബാക്കിയുള്ള എല്ലാതും ഇവിടേക്ക് എത്തണം. ഒന്നുകൂടി. ക ടി കി ട
ഒന്ന് കറക്റ്റായിട്ടുള്ള ഫ്രെയിമിലേക്ക് ഒന്ന് നിൽക്കണം. ഇങ്ങോട്ട് വരരുത്, മറച്ചിട്ട് മുട്ടി ഇങ്ങോട്ട് വരരുത്, നേരെ അങ്ങോട്ട് തന്നെ പോകണം. ക ടി കി ട തേം കു തേ ക ടി കി ട തേം കു തേ ക ടി കി ട തേം കു തേം കു തേ ക ടി കി ട തേം കു തേം കു തേ. ഇങ്ങനെയാണ് ഗണപതി കൈകൊട്ടുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് തക്കിട്ട. കൊട്ടി കൊട്ടി ശീലം വരുന്ന സമയത്ത് കുറച്ചും കൂടി കാലം സ്പീഡ് കൂട്ടിയിട്ട് ഗണപതി കൈ കൊട്ടി ശീലിക്കണം. അതായത് ഇപ്പോൾ ഈ സ്പീഡിലാണ് കൊട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഈ സ്പീഡിലേക്ക് അത് കൊട്ടി ശരിയാക്കി വരണം. അപ്പോൾ നമ്മൾ ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗണപതി കൈ അത് വൃത്തിയായിട്ട് ഗണപതി കൈ കൊട്ടി ശീലമാക്കിയാൽ തന്നെയാണ് നമുക്ക് ആ കൈയിൻ്റെ മറ ശരിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ദിവസവും ഗണപതി കൈ കൊട്ടിയതിന് ശേഷമാണ് നമ്മൾ പാടക്കൈ കൊട്ടുക. അതിനുശേഷമാണ് പാടക്കൈ കൊട്ടിയതിന് ശേഷം നമ്മൾ കൊട്ടി അവസാനിപ്പിക്കുന്ന സമയത്തും ഗണപതി കൈ കൊട്ടണം. തെറ്റാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് കൊട്ടി ശരിയാക്കി തന്നെ നിർത്തണം തുടങ്ങുമ്പോഴും. അപ്പോൾ നമുക്ക് തക്കിട്ടയിലേക്ക് കിടക്കാം. അപ്പോൾ തക്കിട്ട ആദ്യത്തടി നേരെ, രണ്ടാമത്തടി ഉള്ളിലേക്ക്, മൂന്നാമത്തടി പുറത്തേക്ക്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ പോകണം. റെഡി അല്ലേ? ക കി ത ത. അടച്ചു പിടിക്കണ്ട, ഇത് വരട്ടെ, മറയട്ടെ. ഇതിന്റെ മേലേക്ക് പോകരുത് മറയ്ക്കുന്നത്. ത കി ത ത കി ത ത കി ത ത കി. രണ്ടാം കാലം. ത കി ത 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 ത കി ത. മൂന്നാം കാലം. തക്കിട്ട 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 തക്ക്. അടി വരട്ടെ. ക തക്കിട്ട 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 കിട്ട തക്കിട്ട. രണ്ടാം കാലം. തക്കിട്ട 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 ത കി ത ത കി ത ത കി ത ത കി ത. ഇങ്ങനെയാണ് തക്കിട്ട സാധനം ചെയ്യാം. ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം. നാലാം കാലം വരുന്നവർക്ക് നാലാം കാലം കൂടി ചെയ്യാം. പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പൊസിഷനും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറക്റ്റായിട്ടുള്ള പൊസിഷനും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ചെയ്യിപ്പിച്ച് സാധനം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാം കാലം കുട്ടി രണ്ടാം കാലത്തിലേക്ക് കിടക്കുന്ന സമയത്ത് കൈയിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം രണ്ടാം കാലം കൊട്ടാൻ. നിർത്തരുത്, ഇതിൽ ബ്രേക്ക് എടുക്കരുത്. ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം കൊട്ടുന്ന സമയത്ത് ബ്രേക്ക് എടുക്കാതെ തന്നെ പരമാവധി തുടർച്ചയായിട്ട് കൊട്ടുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തുടർച്ചയായിട്ട് ബ്രേക്ക് എടുക്കാതെ തന്നെ കൊട്ടണം. ഇതിൽ ഒന്നാം കാലം കൊട്ടിയതിന് ശേഷം കൈയിൻ്റെ പൊസിഷൻ എല്ലാം ശരിയാക്കിയിട്ട് രണ്ടാം കാലം കൊട്ടലല്ല, കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊസിഷൻ എല്ലാം കറക്റ്റ് ചെയ്യണം. ഒന്നുകൂടി നമുക്ക് കൊട്ടാം. ക കി ത ത കി ത ത കി ത ത കി ത. രണ്ടാം കാലം. ത കി ത ത കി
ta ta ki 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 ta. വല്ലാണ്ട് വൈഡാവണ്ട, ഒതുക്കി ആ ഫ്രെയിമിൽ ഒതുങ്ങി വരണം. മൂന്നാം കാലം തക്കിട്ട 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 കിട്ട തക്കിട്ട തക്കിട്ട. രണ്ടാം കാലം തക്കിട്ട തക്കിട്ട. നിർത്തണ്ട. ഇത് കൊട്ടുന്ന സമയത്ത് മൂന്നാം കാലം കൊട്ടിയതിന് ശേഷം രണ്ടാം കാലത്തേക്ക് തിരിച്ചു വരുമ്പോൾ കൈ ചെറിയൊരു കടച്ചിലുണ്ടാവും. കൈ കടഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മളെല്ലാവരും നിർത്തുകയാണ് പതിവ്. പക്ഷെ നിർത്തരുത്, അങ്ങനെ തന്നെ കൊട്ടിക്കൊണ്ടിരിക്കണം. ആ കടച്ചിൽ നമുക്ക് മാറ്റിയെടുക്കുന്നതാണ് സാധിക്കേണ്ടത്. ഒന്നാം കാലം ഇങ്ങനെയാണ് തക്കിട്ട സാധനം ചെയ്യുക. പരമാവധി ബ്രേക്ക് എടുക്കാതെ തന്നെ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് തുടർച്ചയായിട്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് കൊട്ടുകയാണ് വേണ്ടത്. പരമാവധി പറ്റുന്ന പോലെ നമുക്ക് എത്ര സമയം കിട്ടണോ അത്രയും സമയം നമ്മൾ അത് കൊട്ടി ശരിയാക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും പ്രായം ഇതിനൊരു വിഷയമല്ല. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്കും പ്രായം ഒരു വിഷയമല്ല. ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇടയ്ക്ക. അപ്പോൾ പരമാവധി അതിനെ സ്നേഹിക്കുക, നന്നായിട്ട് കൊട്ടുക, അതിൻ്റെ പൊസിഷൻ എല്ലാം ശരിയാക്കുക, നന്നായിട്ട് കൊട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാളില്ലാതെ തന്നെ സ്വന്തമായിട്ട് വായ്ചൊല്ല് പറഞ്ഞിട്ട് ഒപ്പം കൊട്ടി പഠിക്കുക. വായ്ചൊല്ല് പതുക്കെ പറയുക, കൊട്ടല് അമർത്തിയിട്ടും വേണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ta ta ki 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 ta ta ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വായ്ചൊല്ല് പറഞ്ഞ് കൊട്ടുക. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വായ്ചൊല്ല് പറഞ്ഞ് ഒറ്റയ്ക്ക് അതിൻ്റെ സ്പീഡെല്ലാം കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് കൊട്ടുക. വായ്ചൊല്ല് പറയുന്നത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഒറ്റയ്ക്ക് കൊട്ടുമ്പോൾ തന്നെ കൂടുതൽ ഗുണം ചെയ്യും. നമുക്ക് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. പിന്നെ അതിൽ എന്താണ് കുറച്ച് പെർഫെക്റ്റ് ആവും നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ സ്പീഡ്. താ കഴിഞ്ഞിട്ട് കീ, അത് കഴിഞ്ഞിട്ട് ട, അതിലേക്കുള്ള ദൂരമൊക്കെ കറക്റ്റ് ആവും നമ്മൾ വായ്ചൊല്ല് പറഞ്ഞു കൊട്ടുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 പേരായിട്ടുള്ള സാധകത്തിൻ്റെ 2 പേര് ഒരുമിച്ച് ചെയ്യുന്ന സാധകത്തിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 പേർക്ക് എങ്ങനെയാണ് കൊട്ടി പഠിക്കേണ്ടത്, എങ്ങനെയാണ് കൊട്ടേണ്ടത്, 2 പേര് തമ്മിൽ തക്കിട്ട എങ്ങനെയാണ് സാധകം ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.